പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുവദിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സസ്ന മോബിൻ. ഇതെൻ്റെ മകൻ മോസസ് ഇമാനുവൽ മോബിൻ. ഇതെൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ്. ഞങ്ങൾ പൂനെയിലാണ് താമസിക്കുന്നത്. നാട്ടിൽ ഞങ്ങൾ എറണാകുളം ജില്ല കോട്ടപ്പുറം രൂപത സെൻറ്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ എൻ്റെ വകാംഗങ്ങളാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 2021 ഒക്ടോബർ 14 ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വഴികാട്ടിയായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ ജീവിച്ചുകൊണ്ട് പോന്നു. 2022 ഞാൻ പ്രഗ്നൻ്റായ ആ ഓരോ 3 മാസ കാലയളവിലും എനിക്ക് ഓരോരോ അനുഭവങ്ങളായിരുന്നു. ആദ്യത്തെ 2ാമത്തെ മാസം തന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായപ്പോൾ ഞാൻ പ്രഗ്നൻസിയുടെ ആദ്യ സ്റ്റേജിൽ തന്നെ ഞാൻ മാതാവിൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് എപ്പോഴും ഉദരത്തിൽ കുരിശു വരയ്ക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ടായിരുന്നു. ഫസ്റ്റത്തെ സ്കാനിങ്ങിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇതെനിക്ക് മാതാവ് തന്നതാണെങ്കിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്വീകരിക്കും. മാതാവിന് തരാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ മാതാവിന് തന്നെ തിരിച്ചേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യ സ്കാനിങ്ങിന് പോയി. വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ബെഡ് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. പിന്നീടുള്ള 5ാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ എനിക്ക് ഡയബറ്റിക് ഡിറ്റക്ട് ചെയ്തു. ഡയബറ്റിക് ആയപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു, ഡയബറ്റിക് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് എനിക്കതിൻ്റെ കോംപ്ലിക്കേഷൻ എത്രത്തോളം ഉള്ളതാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതും അങ്ങനെ കൺട്രോളായി പോയി. പക്ഷേ 7ാമത്തെ സ്കാനിങ്ങിൽ ഞാൻ നാട്ടിൽ വന്ന് ചെയ്തപ്പോൾ എനിക്ക് സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന ഡയഗ്നോസിസ് ഡിറ്റക്ട് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഷോർട്ട് സെർവിക്സ് ആയിരുന്നു. നോർമൽ ഒരാളിൽ സെർവിക്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 30 മില്ലിമീറ്റർ മുതൽ 40 മില്ലിമീറ്റർ വരെയാണ്. പക്ഷേ എൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 17 മില്ലിമീറ്റർ ആയിരുന്നു 7ാമത്തെ മാസം. ഞാൻ ഒത്തിരിയേറെ വേദന അനുഭവിച്ചു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്? ഉടമ്പടിയിൽ ഞാൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലല്ലോ. എൻ്റെ ഈ പ്രഗ്നൻസി ടൈമിലും ഞാൻ എന്നും ദിവസേന പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരിയേറെ സങ്കടപ്പെട്ടു. എനിക്ക് പിന്നീട് പള്ളിയിൽ പോവാതെയായി. ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം, പറ്റുന്നതും ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ഡെലിവറി കഴിയുന്നത് വരേക്കും. പക്ഷേ ഞാൻ പറഞ്ഞു, ഡോക്ടർ, ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തുകൊള്ളാം, എനിക്ക് ഉറപ്പുണ്ട്, എനിക്കൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല, എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചുകൊള്ളും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. പ്രഷർ ഒത്തിരി കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടിലിൻ്റെ കാല് രണ്ട് ഇഷ്ടിക വെച്ച് പൊക്കിയിട്ടാണ് ഞാൻ കിടന്നിരുന്നത്. അപ്പോൾ തല ഒത്തിരി താഴെയായിരുന്നു. അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ്റെ പഴയ ടോക്ക് ഞാൻ കേൾക്കാനിടയായി. അച്ഛൻ്റെ കൊറോണ ടൈമിൽ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ടും എനിക്ക് ഈ ഒരു ഐസൊലേഷൻ്റെ ഈ